കൗച്ച് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്ററി അല്ല, ഫിക്ഷനാണ്. കങ്കാരുവിന്റെ ഓസ്ട്രേലിയയിലെ ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് കങ്കാരു. ആ ജീവിയുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധവും നമ്മുടെ പരിസ്ഥിതി സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ഒരു ജീവി തന്നെയാണ് കങ്കാരു. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ ജനങ്ങളിലേക്ക് അതെത്തിക്കാനും അതിൻ്റെ ജീവിതം, അതിൻ്റെ പ്രാധാന്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിക്ഷന്റെ രീതിയിൽ ഇംഗ്ലീഷിലെയും മലയാളികളെയും ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫിക്ഷൻ കങ്കാരുവിനെ കുറിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചതിലും ഈ പറഞ്ഞ ഇവിടെയുള്ള എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും ചലച്ചിത്ര സുഹൃത്തുക്കളും ഉൾപ്പെട്ട എല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമാണ്. ഒരു 8 ഭാഷകളിലേക്ക് മാറ്റി ചെയ്യുന്ന ഒരു ഡോക്യുമെന്റേഷനാണ്. കലയെയും സാഹിത്യത്തെയും സിനിമയും എല്ലാം സ്നേഹിക്കുന്ന, അതൊക്കെ വായിക്കുകയും പഠിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുകയും അതേപ്പറ്റി വേദികൾക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലായിരിക്കും ആലപ്പുഴ ഈ ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ഒഴുക്കിന് അനുകൂലമായി നീന്തിയാൽ ഒഴുക്ക് ശക്തമാണെങ്കിൽ ചെന്ന് ചേരുന്ന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഒഴുക്കിനെതിരായിട്ട് നീന്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള ക്രിയേറ്റിവിറ്റി. ഒരാളുടെ ക്രിയേറ്റിവിറ്റി അറിയണമെങ്കിൽ പ്രതിബന്ധങ്ങളോട് നേരിട്ട് മുന്നേറണം. അപ്പോഴേ അയാളുടെ മുഴുവൻ സർഗാത്മകതയും പിടി വരും. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുന്ന, ഉള്ളിൽ മയങ്ങിക്കിടക്കുന്നതും സ്വയം ബോധ്യപ്പെട്ടതുമായ ക്രിയേറ്റിവിറ്റിയെ മുഴുവൻ വെളിയിൽ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ അനുഭവങ്ങളും അതുപോലെ തന്നെ പുതിയ ചിന്തകളും ക്രിയേറ്റിവിറ്റിയെ ശക്തിപ്പെടുത്തും. ക്രിയേറ്റിവിറ്റിയാണ് കല എന്ന് പറയുന്നത്. അഭിനയിക്കാനും ജോലി ചെയ്യാനും വിശ്രമിക്കാനും എല്ലാം കഴിവുള്ള, അസാധാരണമായ കഴിവുള്ള ഒരു സൂപ്പർ ബീയിങ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ക്രിസ്തുവിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന വലിയ ചിന്തകന്മാർ പ്രമുഖനായ അരിസ്റ്റോട്ടിൽ മനുഷ്യരെ പറ്റി പറഞ്ഞ മനുഷ്യ പൊളിറ്റിക്കൽ ആനിമൽ എന്നാണ്. ആനിമൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ ജീവിയാണ്. മൃഗം എന്നുള്ളത് കുറെ കൂടെ സോഫ്റ്റായി മാറ്റിയാൽ രാഷ്ട്രീയ ജീവിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയുണ്ടെങ്കിലും കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല. അങ്ങനെ ഡോക്യുമെന്ററി പോലെ തന്നെ ഇതും ക്രിസ്തുവായി എൻ്റെ ഇപ്പോൾ ചെറിയ സിനിമ പോലെ ആയെന്ന സംശയം. അതുകൊണ്ട് ക്ഷണിച്ചതിന് വളരെ നന്ദി. നമുക്ക് ഈ കാര്യങ്ങൾ സംഘം നിങ്ങൾ ഡോക്യുമെന്ററിമാരും നിങ്ങൾ ഫിലിം ഉണ്ടാക്കുന്നവരും സാമൂഹികമായ വൈകൃതങ്ങൾക്ക് നേരെ നിങ്ങളുടെ ക്യാമറ തിരിച്ചു വെക്കണം. സാമൂഹികമായിട്ടുള്ള ഉദാത്തമായ മാതൃക എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ സ്വദേശപരമായ കല കലയ്ക്ക് വേണ്ടിയാണോ, കല മനുഷ്യന് വേണ്ടിയാണോ? തർക്കമല്ല. കല കലയ്ക്ക് വേണ്ടിയാണ്, കല മനുഷ്യന് രണ്ടുമുണ്ട് ഇതിനകത്ത്. അങ്ങനെ കേരളം ലോകത്തിന് മാതൃകയായ സിനിമകളും ഡോക്യുമെന്ററികളും നിറയട്ടെ ആശംസിച്ചുകൊണ്ട് ഈ കങ്കാരുവിന്റെ പേരിലെടുക്കുന്ന ഈ ഡോക്യുമെന്ററി ലോകത്തെമ്പാടും പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.